ഒരു മതേതര മുന്നണി ഉണ്ടാക്കണമെന്നാണ് പാലക്കാട് MP പറഞ്ഞത് കഴിഞ്ഞ ദിവസം. ഇതൊരു മതേതര മുന്നണിയല്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ട മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു, ഇതൊരു മാങ്കൂട്ടം മുന്നണിയാണ്. അതായത് സ്വതന്ത്രനായി മത്സരിച്ച ആളല്ല, UDFന്റെ ഭാരവാഹിയായിരുന്നു. അദ്ദേഹത്തിന് സീറ്റ് ലഭിക്കാത്തതുകൊണ്ട് അദ്ദേഹം മത്സരിച്ചാണ്. അദ്ദേഹം നിലവിലൊരു കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഒരാളെ പിന്തുണയ്ക്കുവാൻ CPM തയ്യാറായി മുന്നോട്ട് വരികയാണെങ്കിൽ അത് അവരുടെ അസ്തിത്വത്തിന്റെ തകർച്ചയാണ്. അപ്പൊ അത് അങ്ങനെ അത്തരത്തിൽ CPM മുന്നോട്ട് വരട്ടെ. അപ്പൊ ഇതിനകത്ത് ഇവിടെ പാലക്കാട് നഗരസഭയിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവിശുദ്ധ സഖ്യമാണ്. പാലക്കാട് നഗരജനത 25 സീറ്റ് ഭാരതീയ ജനതാ പാർട്ടിക്ക് നൽകിയിട്ടുള്ളത് നഗരഭരണം തുടർച്ചയ്ക്കുമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നഗരഭരണത്തിനായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പിന്നെ ഇത്തരത്തിലൊരു അവിശുദ്ധ സഖ്യവുമായിട്ട് ഈ പാലക്കാട്ടെ കോൺഗ്രസും CPM മുന്നോട്ട് പോവുകയാണെങ്കിൽ പാലക്കാട് ജനത ഇതെല്ലാം കാണാനായിട്ട് തയ്യാറായിട്ടുണ്ട്. പിന്നെ രണ്ട്, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു മാങ്കൂട്ടം മുന്നണിയാണെന്നുള്ളത്. ഇവിടെ പാലക്കാട് MLA പ്രചരണത്തിന് ഇറങ്ങിയ സ്ഥലത്തെല്ലാം എന്താണ് UDFന് സംഭവിച്ചതെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അദ്ദേഹത്തോടൊപ്പം സന്തത സഹചാരിയായി നിന്ന KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് അദ്ദേഹം തോറ്റു. ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ തന്നെ KSUവിന്റെ ഒരു സംസ്ഥാന ഭാരവാഹി അദ്ദേഹം തോറ്റു. പിരായിരി പഞ്ചായത്ത് ഇവരുടെ ഉരുക്കുകോട്ട എന്ന് പറഞ്ഞിരുന്നു ഷാഫി പറമ്പലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഒക്കെ. ആ ഉരുക്കുകോട്ടയിൽ ഇന്ന് UDFന്റെ അവസ്ഥ എന്താണ്? അവര് വെന്റിലേറ്ററിലാണ് ഉള്ളത്. അവിടെ കൃത്യമായിട്ട് അവർക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ല. മാത്തൂർ പഞ്ചായത്ത് UDFന്റെ കയ്യിൽ നിന്ന് ഭരണം പോയിട്ട് ഇപ്പോ ബലാബലത്തിൽ നിൽക്കുകയാണ്. ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് BJP ആണ്. ഇവിടെ കണ്ണാടി പഞ്ചായത്തില് ഇത്രയൊക്കെ ഇവര് UDF തരംഗം ആഞ്ഞടിച്ചു എന്ന് പറയുമ്പോൾ കണ്ണാടി പഞ്ചായത്തില് ഈ MLA പ്രചരണത്തിന് പോയി, നേരിട്ട് പ്രചരണത്തിന് മേൽനോട്ടം കൊടുത്തു. ആ കണ്ണാടി പഞ്ചായത്തിൽ നിലം തൊടാൻ സാധിച്ചിട്ടില്ല. പാലക്കാട് നഗരസഭയില് ഇദ്ദേഹം പ്രചരണത്തിന് ഇറങ്ങിയ വാർഡുകളിലെല്ലാം എന്താ അവസ്ഥ? 23-ാം വാർഡ് ശെൽവപാളയത്ത് പ്രചരണത്തിനിറങ്ങി, അവിടെ വിജയിച്ചത് BJP. കൽപ്പാത്തി മേഖലകളിൽ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തു. കൽപ്പാത്തിയിലെ 5-ാം വാർഡ്, 6-ാം വാർഡ്, 7-ാം വാർഡ് എല്ലാം വിജയിച്ചത് BJP ആണ്. ഇവിടെ പാലക്കാട് നഗരസഭയിൽ അദ്ദേഹം ഈ വിഷയമുണ്ടായി UDF പ്രചരണം സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുന്നേ അദ്ദേഹം നേരിട്ട് ഇപ്പോഴത്തെ 38-ാം വാർഡിലെ കൗൺസിലറുടെ വാർഡിലെ കുടുംബശ്രീയുടെ പരിപാടിയിൽ പങ്കെടുത്തു. ആ കൗൺസിലർക്ക് സീറ്റ് ലഭിച്ചില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ പരാജയപ്പെട്ടു. അപ്പൊ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് ഇറങ്ങിയ പ്രചരണത്തിന് ഇറങ്ങിയ സ്ഥലങ്ങളിലെല്ലാം UDFന്റെ അവസ്ഥ വളരെ പരിതാപകരമായി പോയിരിക്കുകയാണ്. ആ മാങ്കൂട്ടം മുന്നണിയോട് ചേരാനാണ് പാലക്കാട്ടെ CPM തീരുമാനിക്കുന്നതെങ്കിൽ അവരുടെ അവസ്ഥ എന്താവുമെന്ന് അവർ തന്നെ സ്വയം വിലയിരുത്തി നന്നായിരിക്കും.